അങ്ങനെ മുത്തശ്ശന്റെ ആഗ്രഹപ്രകാരം ഞാൻ പഠിച്ച് ധാരാളം വലിയ പേഷ്യൻസ് ഉള്ള ഒരു ഡോക്ടറായി. മൃഗ ഡോക്ടറല്ലേ? അങ്ങനെ പറയരുത്. ഒരു MBBS ഡോക്ടറും വെറ്റിനറി ഡോക്ടറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവർ മനുഷ്യരെ ചികിത്സിക്കുന്നു, ഞങ്ങൾ മൃഗങ്ങളെ ചികിത്സിക്കുന്നു. അപ്പോ മൃഗങ്ങളുമായിട്ടാണല്ലേ കൂടുതൽ സമ്പർക്കം? അതെ. കണ്ടാലറിയാം. എനിക്ക് കാര്യം പറ. അനുപമ കുറച്ചുകൂടി സോഫ്റ്റ് ആയാലേ ഞാൻ പറയൂ. ശരി, പറയണം. അത് മുത്തശ്ശൻ ഇനി ഒരാഗ്രഹം കൂടി ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. അതും കൂടി എനിക്ക് നിറവേറ്റണം. ചെറുപ്പം മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണല്ലോ നമ്മൾ. ഓമനക്കുട്ടനുണ്ടായിരുന്നല്ലോ നമ്മുടെ കൂടെ കളിക്കാൻ. അവന് കളിക്കാൻ വല്ല അറിയോ? അനുപമയ്ക്ക് എന്റെ കൂടെ കളിക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം. ഓർക്കാഞ്ഞിട്ടാ. ഇപ്പോൾ എന്റെ സ്വപ്നത്തിൽ മുഴുവൻ അനുപമയാണ്. നമ്മുടെ കല്യാണം, ഹണിമൂണിന് പ്രകൃതി രമണീയമായ ഒരു ബെസ്റ്റ് പ്ലേസ് ഞാൻ സജസ്റ്റ് ചെയ്യട്ടെ. ഭൂതത്താങ്കെട്ട്. നീ ഇത് എവിടെ പോയി കിടക്കുകയായിരുന്നു? ഒരാളെ ഞവരക്കിടാണ്ടായിരുന്നു. ഞാൻ ലേറ്റായോ? ആ മോഹനകൃഷ്ണൻ അവളുടെ റൂമിൽ കയറി സൊല്ലാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. സൊള്ളാനോ? എന്നാ ബാങ്ക് കയറി ചെല്ലടാ മോനെ. അയ്യടാ മോനെ ശൃംഗരിക്കാൻ വിട്ടിട്ട് കാവല് നിൽക്കുന്ന തന്തയും തള്ളി. നീ ആദ്യം പോടാ. അവരെ ശല്യപ്പെടുത്തരുത്. അത് പറയാൻ ഇങ്ങേർക്ക് എന്താ അവകാശം? കെട്ടാൻ പോണത് എന്റെ മോന. നീ പോയി എന്നാ വേണ്ട, ഞാൻ എന്താ ഇത്? ഒന്ന് മാറിയേ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേ. എന്തിനാ? എനിക്കൊന്ന് മിണ്ടണം. നീ ഇനി മുണ്ടണ്ട. ഞങ്ങളുടെ കാര്യം ഏകദേശം ഫിക്സ് ആയി. ഫിക്സ് ചെയ്യാൻ നീ എന്താ ക്വിക്ക് ഫിക്സ് ആയിട്ടാണ് അകത്തേക്ക് പോയത്? എടാ, എനിക്ക് 4 വയസ്സുള്ളപ്പോ ഞാൻ അവളുടെ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുള്ളതാ. അന്ന് 1 വയസ്സുണ്ടായിരുന്നു ഇവക്ക്. അതിന്റെ അർത്ഥം മനസ്സിലായില്ലടാ മണ്ട. മഴ മണ്ട, അതിന് നീ വിഷമിക്കണ്ട. ഇവൻ അകത്തെ ഒന്നുകൂടെ പറഞ്ഞോളും ഐ ലവ് യു എന്ന്. ഈ കഥകൾ ആര് തൊട്ടാലും മൂക്കിടിക്കും. ഒരു പശുത്തൊഴുത്തിന്റെ മണം. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ എരുമച്ചാണവും മൂത്രം കൂടെ മിക്സ് ചെയ്യുന്ന നാറ്റമായിരിക്കും മൃഗ ഡോക്ടർമാർക്ക്. ഓമനക്കുട്ടൻ വന്നു കയറിയപ്പോ ഒരു കഷായത്തിന്റെ സ്മെല്ലാണല്ലോ വരുന്നത്. ഇത് ആയുർവേദ സോപ്പിട്ട് കുളിച്ചാ പൊയ്ക്കോളും. എങ്കിൽ വേഗം കുളിക്കേ. അയ്യോ, അതിനൊന്നും ഇപ്പൊ സമയമില്ല. ഒരുപാട് പേഷ്യൻസോട് വെയിറ്റ് ചെയ്യല്ലേ. എന്നാ വേഗം ചെല്ലാൻ നോക്ക്. പേഷ്യൻസിനേക്കാളും എനിക്ക് വലുത് എന്റെ കുറുന്തോട്ടിയാ. കുറുന്തോട്ടിയോ? അനുപമയെ ഞാൻ അങ്ങനെ വിളിക്കും. ധാരാളം ഔഷധ ഗുണമുള്ള സാധനമാണ് കുറുന്തോട്ടി. എന്നെ വേണമെങ്കിൽ കറുക പുല്ലേന്നോ തഴുത ആമയെന്നോ ശതാവരി കിഴങ്ങേന്നോ വിളിച്ചോളൂ. എങ്കിൽ ഞാനേ കിഴങ്ങൻ എന്ന് വിളിക്കാം. വിളിച്ചോളൂ. അതിന്റെ കൂടെ കുറച്ച് മധുരം കൂടി ചേർത്ത് മധുരക്കിഴങ്ങാന്ന് വിളിച്ചൂടെ? ഞാനൊരു തികഞ്ഞ ഈശ്വര വിശ്വാസിയാ. എന്റെ കുറുന്തോട്ടിയെ സ്വന്തമായി കിട്ടാനായി കല്യാണത്തിന്റെ അന്ന് തല മുണ്ടനം ചെയ്യാമെന്ന് വരെ നേർച്ച നേർന്നിട്ടുള്ളതാണ് ഞാൻ. എങ്കിൽ നല്ല ഭംഗിയായിരിക്കും. താങ്ക് യു. വിവാഹത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് സങ്കല്പങ്ങളാ. കല്യാണം കഴിഞ്ഞ് ഒരു നീണ്ട തീർത്ഥാടനം, പഴനിയിൽ ഒരു കാവടി തുള്ളൽ, ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര ഹരഹരോ ഹര, രാമേശത്ത് ഒരു ശയന പ്രദക്ഷിണം, കത്തി ജ്വലിക്കുന്ന തീക്കുണ്ടത്തിലൂടെ ഒരാഴിയാട്ടം. എല്ലാം നമ്മൾ ഒരുമിച്ച. ഇതാ എന്റെ കഠിന നേർച്ച. സന്തോഷായില്ല എന്റെ കുറുന്തോട്ടിക്ക്? ഹലോ. ഹലോ, ഞാൻ ജൂലിയ, ബാംഗ്ലൂരിന്നാ. ഞാൻ അനുവിന്റെ മുത്തശ്ശനാ. അനുപമ എവിടെ മുത്തശ്ശ? അനു അകത്തുണ്ട്, ഫോൺ കൊടുക്കാം. അനു. അനുപമയുടെ മാരേജ് ഫിക്സ് ചെയ്തോ? ഞാൻ തീരുമാനിച്ചു. ആയുർവേദ ഡോക്ടർ വേണോ മൃഗ ഡോക്ടർ വേണോ എന്ന് അവള് തീരുമാനിക്കട്ടെ. അനു. എന്താ മുത്തശ്ശ? ബാംഗ്ലൂരിന്നാ. ഹലോ. ഹായ് ജൂലി, ഹൗ ആർ യു? ഹായ്, ഫൈൻ. എടി, നീ പോയ പിന്നെ ഇവിടെ ഒരു സുഖമില്ല. ഇത്തിരി ജാടയായിരുന്നാലും നിന്റെ വാചകടി കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു. എന്തായിരുന്നു ആ ഡയലോഗ്? നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക്, ഫ്രം കൺട്രി ടു കൺട്രീസ്. ഇപ്പോ ഗ്രാമങ്ങളിൽ നിന്ന് കുഗ്രാമങ്ങളിലേക്ക്. യാത്ര ബസ്സിലോ കാളവണ്ടിയിലോ? ഏയ്, സ്റ്റോപ്പ് നോൺസെൻസ്. ആരുടെ ഫോണാ? എന്നെ കെട്ടാൻ പോകുന്ന ആളുടെ. അയ്യോ, അവിടെ എല്ലാവരും കുട്ടിയുടെ തീരുമാനം അറിയാൻ കാത്തിരിക്കുക. എന്ത് തീരുമാനം? മുറച്ചെറുക്കന്മാരിൽ ആരെയും കെട്ടാൻ പോണേന്ന്. ഞാൻ അവന്മാരെ ആരെയും കെട്ടാൻ പോകുന്നില്ല. ഞാൻ സ്നേഹിക്കുന്ന ആളെ കെട്ടും. ഞാൻ ഈ കേട്ടത് സത്യമാണോ മോളെ? മൗനം സമ്മതമാണെന്നാണ് ചൊല്ല്. എങ്കി പറ, നീ ഇഷ്ടപ്പെടുന്ന ആരെയാ? ചോദിച്ചു കേട്ടില്ലേ? ഭയപ്പെടാതെ തുറന്നു പറയൂ പെൺകുട്ടി, നമുക്ക് ആലോചിക്കാം. ആലോചിക്കാനൊന്നുമില്ല. ഇവിടെയുള്ള ഇഷ്ടത്തിൽ ഒന്നും നടക്കുകയില്ല. മോഹന ഇഷ്ടം ഒരുപാട് ആഗ്രഹിച്ചതാ. ആ ആഗ്രഹം മോഹനകൃഷ്ണന്റെ മനസ്സിലേ നടക്കും. എന്റെ മോനെ കെട്ടാൻ പോകുന്ന പൂരം നാട്ടിൽ മുഴുവൻ പാട്ടാ. പാട്ടും പാട് നടന്ന ചേട്ടനല്ലേ? എന്താണ് ബാലമേനം പാട്ട് പാടാനും തുടങ്ങിയോ?
ഏതാണാവോ രാഗം? രാഗമല്ല, ഇതൊരു തരം രോഗമാ. നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുമ്പോ വന്നാലേ നമ്മളെ കാര്യം നടക്കുള്ളൂ. ഞാനൊന്ന് തീരുമാനിച്ചു, 1000 രൂപ കേറ്റി തരാന്ന്. താടി കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണോ ബീഡി കത്തിക്കുന്ന ബ്രോക്കറെ? ബീഡി എത്തിക്കുന്ന കാര്യമല്ലാന്ന്, മാവ് വെട്ടുന്ന കാര്യ പറഞ്ഞത്. തനിക്ക് തരാൻ ഇവിടെ മാങ്ങയില്ല തേങ്ങയില്ല, പോടോ. അപ്പളേ നമ്മള് പിന്നെ വരാം. മോള് പറ, നമ്മുടെ തറവാടിനും അന്തസ്സിനും യോജിച്ച ആളാണെങ്കിൽ മുത്തശ്ശൻ വേണ്ടത് ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്തോ, ഒന്നിനും എന്റെ സഹകരണം ഉണ്ടാവില്ല. എങ്കിലിത് മംഗളകരമായിട്ട് നടക്കും. നീ വാടാ. എവിടെ എവിടെ അതെങ്ങനെ വാടാ. ഇതാരുടെ ഫോട്ടോ? ഇത് സണ്ണിച്ചനല്ലേ? സണ്ണി കുരുവിള. എന്താ മറുപടി പറയാത്തത്? ഇയാൾക്ക് എന്താ പണി? ഇത് തന്നെ ലൈനടി, മുഖം കണ്ടറിയില്ലേ? അല്ല, കോച്ചാ, സെന്റ് തെരേസാസിലെ. ഈ കോച്ചിന്റെ പേരെന്താ കൊച്ചേ? സണ്ണി കുരുവിള, പാലയില. അന്യജാതിക്കാരനാണല്ലേ അച്ഛാ? ഇതിന് കൂട്ടുന്നൊക്കെ എന്നെ കിട്ടില്ല. നടക്ക പാടാ. എന്റെ പുറന്തോട്ടിയുടെ അല്ല അനുപമയുടെ ആ ദുഷ്ടനോടുള്ള ഇഷ്ടത്തിൽ കഷ്ടത്തിലായത് ഞാനാ. നാട്ടുകാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? പാരഡൈസ് ലോസ്റ്റ്. മോൾ എന്റെ എല്ലാ കണക്കുകൂട്ടലിലും തെറ്റിച്ചു. മുത്തശ്ശ, ഒന്നും പറയണ്ട, ഈ മോഹം മറന്നേക്കൂ. നടക്കില്ല ഒരിക്കലും. മറ്റൊരു വിവാഹത്തിന് എന്നെ നിർബന്ധിക്കരുതെന്ന് മുത്തശ്ശനോട് പറഞ്ഞേക്കൂ. ഞാൻ പറയാം, എന്നാലും വക്കീലിനൊരു കള്ളത്തരം ഫീൽ ചെയ്യുന്നു. എന്ത് കള്ളത്തരം? അല്ല, ബാംഗ്ലൂരിൽ ഇരിക്കുന്ന അനുപമയ്ക്ക് സെന്റ് തെരേസാസിലെ കോച്ചുമായിട്ട് എന്താണ് ഒരു കൊളാബറിക്കേഷൻ? ഐ മീൻ 500 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ്. ഇത് ഇന്റർനെറ്റ് ലവ്വാ. ഓ, പുതിയ കാലഘട്ടത്തിലെ പ്രണയമായിരിക്കും. എന്നാലും എന്നാലുമില്ല, ഐ ലവ് ഹിം. ലവ് ഈസ് ബ്ലൈൻഡ്. അവൻ അവളുമായി മുടിഞ്ഞ പ്രേമത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവളെ വേറെ ആമ്പിള്ളേര് കൊണ്ടുപോകും. കൊണ്ട് പോട്ടമ്മേ, ഇനി ആ പെണ്ണിനോട് എനിക്ക് താല്പര്യമേ ഇല്ല. പിന്നെ നമ്മൾ എങ്ങനെയും കഴിഞ്ഞുകൂടും? 2 കന്നാലിക്ക് മരുന്ന് കൊടുത്താൽ എന്നാ ഒഴിവാക്കിട്ടാനാ? ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ അച്ഛൻ നാട്ടുകാരെ കുളിപ്പിക്കാൻ നോക്കി തീർത്തില്ലേ? കുളിപ്പീര് കമ്പനി അല്ലല്ലോ, സോപ്പ് കമ്പനി അല്ലേ നിന്റെ അച്ഛൻ തുടങ്ങിയത്? ആ സോപ്പ് ഉപയോഗിച്ച് ആരും കുളിച്ചില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ? നീ അനുപമയെ കല്യാണം കഴിച്ചിട്ട് വേണം ആ അടച്ചിട്ടിരിക്കുന്ന സോപ്പ് കമ്പനി തുറക്കാനെന്ന് കരുതി ഇരിക്കായിരുന്നു ഞാൻ. അറ്റ കയ്യാ, അവസാനത്തെ കയ്യാ. എന്നാലും വേണ്ടിയില്ല, ഞാൻ ആലോചിച്ചിട്ട് വേറെ വഴിയില്ല. എന്റെ ആങ്ങളെ വരുത്താം. വിക്രമനെയോ? അമ്മാവനിപ്പോ ജയിലിലല്ലേ? അവൻ ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങി. ഭൂമിദേവി രക്ഷിക്കണേ. അയ്യോ, വീടല്ലേ? ഇപ്പൊ വീണേനെ. അയ്യോ, എന്തെങ്കിലും പറ്റിയോടാ? അളിയനൊന്നും പറയണ്ട, എല്ലാ വിവരവും പെങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ആ കോച്ചിന്റെ ഫോട്ടോ തന്നാ മതി. കൈയും കാലും തലി ഒടിച്ച പോലെ. പോരാ, വെട്ടിക്കളയണം, എങ്കിലേ പ്രേമം ഇല്ലാണ്ടാവും. ഒന്നും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ചിലപ്പോ ഓടിക്കും, ചിലപ്പോ വെട്ടും, ചിലപ്പോ തട്ടും. അച്ഛാ, കൊല്ലാൻ പറ്റിയ ഫേസ്.